പഠിപ്പിക്കുന്ന സിനിമയാണ്, ഒരിക്കലും ബോറടിക്കുന്ന സിനിമയല്ല. നല്ല അടിപൊളി സിനിമയാണ്. വിഷ്വൽസ് ഒക്കെ വെരി ബ്യൂട്ടിയാണ്. നല്ല സിനിമ. ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ എനിക്ക് തോന്നി ഈ സ്ക്രിപ്റ്റിന് ഒത്തിരി ഓവർ ചെയ്തിട്ടില്ല, ഒത്തിരി അണ്ടറും ചെയ്തിട്ടില്ല. പെർഫെക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് പുള്ളി. മ്യൂസിക് ഒക്കെ പടത്തിൻ്റെ കൂടെ നമുക്ക് കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നും. നല്ല കളർഫുള്ളാണ്. ഓക്കെ, താങ്ക് യു. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അണിയറ പ്രവർത്തന പാർട്ടുണ്ടായത്. ഇത് കുട്ടികളെ മനസ്സിൽ കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ കുട്ടികളെ മനസ്സിൽ കണ്ടിട്ടുള്ള സിനിമ എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു മെൻറ്റാലിറ്റിയിൽ കണ്ടുകൊണ്ട് ബാക്കിയുള്ള മുതിർന്നവരും കണ്ടു കാണുമ്പോൾ അത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു മലയാള സിനിമ എന്ന് ഫീലേ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പോൾ കൂടുതലൊരു മലയാള സിനിമ ലാലേട്ടൻ്റെ ഡയറക്ഷനിൽ നിന്ന് പ്രതീക്ഷിച്ച് വന്നവർക്ക് ചിലപ്പോൾ നിരാശയുണ്ടാകും. കാരണം ഇതൊരു കഥയുടെ മേക്കിങ്ങും ആ ഒരു പരിസരമൊക്കെ ശരിക്കും ഇൻ്റർനാഷണൽ, ശരിക്കും അത് ആ ഒരു സബ് ടൈറ്റിലുണ്ടെങ്കിൽ ഏത് ലാംഗ്വേജിലുള്ളവർക്കും കണക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പോർച്ചുഗീസ് നാടോടി കഥയായിട്ടാണ് മോഹൻലാൽ ഫസ്റ്റ് ഡയറക്ഷൻ വന്നിരിക്കുന്നത്. പിന്നെ സിനിമയ്ക്ക് ഫാസ്റ്റ് കട്ട്സ് ഇല്ല എന്നുള്ളത് സിനിമയുടെ ഒരു ലാഗ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കറിയില്ല 3D ക്യാം ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണെന്ന് പറയപ്പെടുന്നു. കാരണം നമുക്ക് ഫാസ്റ്റ് കട്ട്സ് സ്റ്റിൽ സീനുകൾ മാത്രം വെച്ചിട്ടാണ് സിനിമകൾ എടുക്കാൻ പറ്റുള്ളൂ ഈ ഒരു ക്യാമറയിൽ. അതുകൊണ്ട് തന്നെ സിനിമയുടെ ചില ഫസ്റ്റ് ഹാഫിലുള്ള ഒരു കുറേ സീനുകൾ നമുക്ക് കുറച്ചൊരു ഇഴച്ചിൽ പോലെ ഫീൽ ചെയ്തു. പക്ഷേ കഥയുടെ പറച്ചിലും ആ ഇമോഷണൽ കണക്ഷനും കിട്ടി. ആ ഭൂതവും ആ കുട്ടിയായിട്ടുള്ള നൂറ്റാണ്ടുകൾ നീണ്ട ഒരു ആത്മബന്ധം, അങ്ങനെയുള്ള ഒരു സിമ്പിളായിട്ടുള്ള സ്റ്റോറി ലൈനാണ്. അത് നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസിന് കുട്ടികളും ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു 3D ചിത്രം എന്ന രീതിയിൽ ബാറോസ് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. ഒരു നല്ല ഒരു 3D ചിത്രം, ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽസ് ആണ്. 3D വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ചിത്രം എന്ന രീതിയിൽ ഒരു വിജയമായിട്ട് ബാറോസ് മാറട്ടെ എന്നുണ്ട്. നമുക്ക് ത്രില്ലാണ്. ആ ഒരു ത്രില്ല് വീണ്ടും തിരിച്ച് മലയാള സിനിമയിൽ കുറച്ച് സിനിമകൾ വരട്ടെ, പരീക്ഷണങ്ങൾ വരട്ടെ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസും നടൻ ചെയ്തിട്ടുണ്ട്. നല്ല സസ്പെൻസാണ്, ഗംഭീരം, അടിപൊളി. മേക്കിംഗ് അവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മേക്കിംഗ് ആണ്. BFS ആണെങ്കിലും ഗ്രാഫിക്സ് ആണ്, മ്യൂസിക് ആണെങ്കിലും വണ്ടർഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എസ്എബെല്ല എന്ന് പറഞ്ഞ പാട്ട് ചെയ്യുമ്പോൾ ദയവായി വാഹനങ്ങൾ മാറ്റി കൊടുക്കുന്നതാണ്. ഷോ കഴിഞ്ഞാൽ ദയവായി വാഹനങ്ങൾ മാറ്റി കൊടുക്കണം. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓഫാബി കുട്ടിച്ചാത്തനെ കണ്ടപ്പോൾ ത്രില്ലടിച്ചൊരു പടം കണ്ടേ. അതിന് ശേഷം മലയാളത്തിൽ ഇതുകൊണ്ട് പരീക്ഷ സിനിമകൾ വരട്ടെ. പിന്നെ 2 സിനിമ ഗാനങ്ങളുണ്ട്. ഇസമല്ല ലാലേട്ടൻ പാടി, പാട്ടും ഗംഭീരമാണ്. പിന്നെ ഫീമെയിൽ വോയിസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ സിനിമകൾ ഇനി ഒരുപാട് മലയാളത്തിലേക്ക് വരികയാണ്. ഇനി ഡയറക്ഷൻ ലാലേട്ടൻ ചെയ്യട്ടെ. പിന്നെ മമ്മൂക്ക ഫാൻസ് വരെ ഈ പടം കണ്ടതല്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം വെച്ചാൽ ഒരു ലെവലാണ്. മമ്മൂക്ക മോഹൻലാൽ ഫാൻസ് ഉണ്ടെങ്കിലും മമ്മൂക്കാട് ലാലേട്ടൻ്റെ പടം അവർ രണ്ടുപേരും കൊണ്ട്. അപ്പോൾ എന്തായാലും ഈ വർഷത്തെ ക്രിസ്തുമസ് സമ്മാനം തന്നെയാണ് ലാലേട്ടൻ നൽകിയിരിക്കുന്നത്. ഗംഭീരം, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നൊരു